വിജയ 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 ഓ കെട്ടിയെടുത്ത് പാലം കൊടുക്കണം. നിന്റെ മനസ്സ് ഇത്രമാത്രം കല്യാണം നിന്നാ എനിക്ക് മനസ്സിലായത്. ആളുകൾ എന്നെയായിട്ട് പെരുമാറുമ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഓടി രക്ഷപ്പെട്ടില്ലേ? ദിവസവും രാവിലെ രാവിലെ കുറെ ദൂരം ഓടണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ? എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. നിന്നെ അവര് മൃഗീയമായി മർദ്ദിച്ചു കാണുമല്ലേ? മർദ്ദനം മാത്രോ? എന്റെ കഴുത്ത് കിടന്ന 2 പവന്റെ മാല അവന്മാർ ഊരി എടുത്തു. എരന്ത് പോന പശുമാടുക്ക് ബദല ഇന്ത മാല പോതെന്ന് പറഞ്ഞു. അല്ല, മാല കൊടുത്തതുകൊണ്ടാ തടി രക്ഷപ്പെട്ടത്. എങ്കിൽ എത്രയും പെട്ടെന്ന് നീ 2-3 മാല വാങ്ങിച്ച് കഴുത്തിലിട്ടോ. എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശക്കുന്നു, നീ വല്ല എടുത്ത് വെക്കേ. എന്താ ഒന്നുമില്ലേ? ഉണ്ട്, വലിയൊരു ഒലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓ, എങ്കിൽ വലിയൊരു പീസിങ് എടുത്തോണ്ട് വാ. നല്ല ഒലക്കയുടെ മൂട് കഴിച്ചിട്ട് കുറെ നാളായി. കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദിരാശി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്. വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. വളരെ വളരെ സന്തോഷം. പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സാരമില്ല. ദൂരം എന്ന് വെച്ചാ എവിടാ? ബോംബെക്കാ? ഹേയ്, പിന്നെ എവിടാ? ഡൽഹിക്കാ? അവിടെ ഒന്നുമല്ല, ബംഗ്ലാദേശിലേക്കായിരിക്കും. 10-20 മണിക്കൂർ പ്ലെയിനില് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. 10-20 മണിക്കൂർ പ്ലെയിനില്ല. കേസ് അന്വേഷണം അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. അമേരിക്ക. Hello, Mr. Ramdas. Hearty congratulations. Thank you. Hello, Das. Congratulations. Thank you, thank you. Hello, Das. எப்ப அமெரிக்கா போறீங்க? I should get my papers ready. Yo. Sir, congratulations. Thank you. நம்ம ஆபீஸ்க்கு Hello. Thank you. Oh, thank you, thank you. Thank you. ஆமா, அமெரிக்கா போறீங்கல்ல? ஏன் விஜய் உங்க கூட வரலையா? நான் மட்டும் போனா போது கமிஷன் சொன்னாங்க. ஆனா அமெரிக்கையில வந்து கொஞ்சம் சாய்ப்புங்கிட்ட எல்லாம் பேசணுமே. அப்ப இங்கிலீஷ் தெரிஞ்ச ஒரு ஆளாகும்போ இவருக்கு நிறைய ஆகிடும். இவருக்கு இங்கிலீஷ் தெரியாதே, அதனால. அது கரெக்ட், அது கரெக்ட். ஓ, தேங்க்யூ. നീ എന്താ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയലും ഭയങ്കര മനോഹരായിരിക്കും. കുളിച്ചു വാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? നല്ലോണം കഴിച്ചോളാം കേട്ടോ. ദാസ, ഈടായി നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞുപോയി. തന്നെ? വല്ലാണ്ട് മെലിഞ്ഞുപോയി. ഞാനേ ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ? അമേരിക്ക, 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 അമേരിക്ക. കണ്ടോ കണ്ടോ, ഷൂസൊക്കെ ഇവിടെയാ വെക്കുക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ അവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്കയിൽ പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ വെറും പാവല്ല. അല്ല,
ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി, എന്തോ എടാ പട്ടി, എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തോണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയാ പോലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറി തുപ്പും, ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലി പിടിച്ച് തള്ളും. അത്രയല്ലേ ഉള്ളൂ, ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അങ്ങേര് സമ്മതിക്കും. പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. എന്തോ നല്ല കവള്. നോ, സ്റ്റോപ്പ് ഇറ്റ്. ഹു ആർ യു? മദ്രാസ് സ്റ്റുഡിയോയുടെ ഫോട്ടോഗ്രാഫറാണ് സർ. നോ, ഫോട്ടോ എടുക്കരുത്. എടുത്തോട്ടെ സാർ. പാടില്ല മിസ്റ്റർ രാംദാസ്. നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ രഹസ്യമായിരിക്കണം. ഇവിടുത്തെ പത്രത്തിൽ ഒരു ഫോട്ടോ വന്നു വെച്ച് അമേരിക്കയിലിരിക്കുന്ന കള്ളന്മാർ എങ്ങനെ അറിയാനാണ് സാർ? പാവം പത്രക്കാർ സാർ. എടുത്തോട്ടെ. ഓക്കെ. ഫോട്ടോ എടുക്കുന്നത് കൊള്ളാം. പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കൊടുക്കണം. കൂടെ CID രാംദാസ് അമേരിക്കയിലേക്ക് എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഒരു ന്യൂസും. ഓക്കെ. വൺ മിനിറ്റ്. എന്റെ ഫോട്ടോ. ഓക്കെ. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കൊടുക്കണം. ഓക്കെ സർ. കമോൺ കമോൺ. ഫോട്ടോ വേണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. നമ്പർ 1, അവിടെ ഇന്ത്യൻ എംബസി ജോലി ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ശിവദാസ മേനോൻ എയർപോർട്ടിൽ നിങ്ങളെ റിസീവ് ചെയ്യാൻ വരും. അതിന് ഞങ്ങൾക്ക് അയാൾ അറിയില്ലല്ലോ സർ. ദാറ്റ് ഈസ് നമ്പർ 2. തമ്മിൽ ആള് തെറ്റാതിരിക്കാൻ വേണ്ടി അയാൾക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. CIDകളാവുമ്പോ എപ്പോഴും ഒരു കോഡ് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. എന്താണ് സർ കോഡ്? മേനോൻ നിങ്ങളോട് ചോദിക്കും സാധനം കയ്യിലുണ്ടോ എന്ന്. അപ്പൊ നിങ്ങളുടെ കോഡ് സാധനം കയ്യിലുണ്ട്. അതെ, മേനോൻ സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് എന്നോട് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് ഞാൻ പറയണം. കറക്റ്റ്. ദാറ്റ്സ് ഗുഡ്. മൊത്തത്തിൽ രസമുണ്ട്. ഇനി ഇപ്പൊ മേനോ വന്നില്ലെങ്കിലും ഈ കോഡുമായി മറ്റാരെങ്കിലും പുള്ളിക്കാരൻ അയച്ചു എന്ന് വരും. അതായത് ആളിന്റെ മുഖമല്ല പ്രധാനം, കോഡാണ്. London, New York by AI സമയമായി. 101. ഓക്കെ ബോയ്സ്, ഒക്കെ അറിയാമല്ലോ. എന്റെ മാത്രം ഉറപ്പിന്റെ പേരില നിങ്ങളെ ഈ അന്വേഷണത്തിന് അയക്കുന്നു. വിജയപതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് വിജയശ്രീയിൽ ആളുകളായിട്ട് തിരിച്ചു വരണം. പോലീസ് വകുപ്പിന്റെയും നമ്മുടെ മാതൃരാജ്യത്തിന്റെയും മാനം കാക്കണം. ഓക്കെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ലാൻഡ് ചെയ്തെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. കസ്റ്റംസും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. യവന്മാരെങ്ങനെ കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് ഈ കഞ്ചാവ് പുറത്തിറക്കുന്നു? അത് അവന്മാരുടെ തലവേദന. കസ്റ്റംസുമായിട്ട് വല്ല അഡ്ജസ്റ്റ്മെന്റും കാണും. നമ്മുടെ ജോലി അവന്മാരെ കണ്ടുപിടിക്കുക, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. യവന്മാരെ എങ്ങനെ ഈ ബഹളത്തിനിടയ്ക്ക് നമ്മൾ കണ്ടുപിടിക്കും? മലയാളികളെ കണ്ട തിരിച്ചറിയാൻ ഒക്കത്തില്ലേ? അല്ല, ഫ്ലൈറ്റില് വേറെ മലയാളികൾ ഉണ്ടെങ്കിൽ ഒന്ന് ചുമ്മാരിയെന്നേ. അവന്മാരെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അവന്മാര് നമ്മളെ കണ്ടുപിടിച്ചോളൂ. ഇത്രയും രൂപയ്ക്കുള്ള കഞ്ചാവ് കൊണ്ടിരുന്നവര് ചില്ലറക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. അതും ശരിയാ. What can I do? Pictures of you still make me cry. Trying to live without your love. It's so hard to do. Some nights I wake up, I look at your pillow. Think that I see you there, but I can't pretend. Not much to say. മലയാളി മോന്തയുള്ള ഒറ്റയാളെയും കാണാനില്ലല്ലോ ഇവിടെ. ആ കമ്മീഷണറുടെ ഏർപ്പാടല്ലേ നമ്മൾ ചുറ്റുമെന്നാ തോന്നുന്നത്. ഏയ്,
നമ്മുടെ ഈ CD കോഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ മട്ടോ. യവന്മാരെവിടെ പോയി കിടക്കുന്നു? ഇനി കസ്റ്റംസുകാരെ പൊക്കിയോ? പറയാനൊക്കെയല്ല. വാ, നമുക്ക് അവിടെ നോക്കാം. സാധനം കയ്യിലുണ്ടോ? എനിക്കിനി നടക്കാനൊന്നും വയ്യ, ഒരിടത്തിരിക്കാം. എംബസിക്കാരൻ കോടം പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ CIDകളാണ്. ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. നീ വാ. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. വാ, എനിക്ക്. മറുകോടോ? അതെ, സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് അങ്ങേര് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് നമ്മൾ പറയണമെന്നാണല്ലോ. ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് കോഡ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകോടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ? ഓക്കേ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ CID കോഡാ. ഒരിക്കലും നമ്മുടെ CID കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What? പേടിപ്പിക്കല്ലേ, വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട്. അതെ. പേടിപ്പിക്കാനും നോക്കല്ലേ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Stop shouting. സാധനം കയ്യിലുണ്ടോ? It's not a place to fight. If you continue to fight like that, I'm going to call the police. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. 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 അതെ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. ഹലോ. സാധനം സാധനം കയ്യിലുണ്ടോ? അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. വിജയ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? പ്രശ്നം തീർന്നില്ലേ? സാധനം കയ്യിലുണ്ടല്ലോ. സാധനം കയ്യിലുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളും. ഇനി വൈകണ്ട, വരൂ, എല്ലാരും കാത്തിരിക്കുക. വരൂ. Priakos, you wait here. I'll take them inside. Okay. ഇതൊക്കെ ആരാ? എംബസിയിലെ വാച്ച്മാൻമാരായിരിക്കും. Give us the stuff and take the money. വാട്ട്? എംബസിയിലെ ഇന്ത്യക്കാരുമില്ലേ? ഇവരെന്തിനാ ഞങ്ങൾക്ക് പൈസ തരുന്നു? അത് നമ്മുടെ ഇവിടുത്തെ ചെലവിനുള്ള പണം എംബസിക്കാർ തരുമെന്ന് പറഞ്ഞു ഓർമ്മയില്ലേ? എന്ത് എംബസി? നിങ്ങൾ സാധനം കൊടുക്കണം മിസ്റ്റർ, എന്നിട്ട് കാശ് വാങ്ങി പോണം. എന്ത് സാധനം? എന്ത് സാധനോ? സാധനം കയ്യിലുണ്ടെന്ന് നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞല്ലേ? അത് ഞങ്ങളുടെ രഹസ്യ കോഡ് പറഞ്ഞു. വിജയ, Come on, give us the stuff. ഇവരെന്തായി പറയുന്നത്? എന്ത് സാധനം? ആരുടെ സാധനം? മിസ്റ്റർ, പൊട്ടംകളി കളിക്കാതെ മര്യാദയ്ക്ക് കൊണ്ടുവന്ന് ഹെറോയിൻ കൊടുത്തിട്ട് പോകുന്നതാ നല്ലത്. ഹെയർ ഓയില? ഹെയർ ഓയിൽ അല്ലടാ, ഹെറോയിൻ. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. അയ്യോ, മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങൾ അത്രക്കാരില്ല. ഓ, ചിലപ്പോ നമ്മളെ പരീക്ഷിക്കുകയായിരിക്കും. ഓഹോ. മിസ്റ്റർ, ഞങ്ങൾ യഥാർത്ഥ CIDകൾ തന്നെയാണ്. ഞങ്ങൾക്ക് കളിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങളുടെ ചെലവിലേക്കുള്ള കാശല്ലേ, അതിങ്ങ് തരണം. ദാസാ, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക് ദാസാ. ആദ്യം ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. Where is the stuff? ദാസാ, നിന്റെ തോക്കില്ലേ? തോക്ക് പെട്ടിയാണോ പോക്കറ്റിലാണോ എന്നറിയില്ല. പോക്കറ്റിലുണ്ടോ നോക്ക്.
ബുള്ളറ്റ് ഉള്ളൊക്കെ എടുത്ത് വെടിവെക്കണം. ഹാൻഡ്സ് അപ്പ്. ലീവ് ഹിം. ഹാൻഡ്സ് അപ്പ്. നീവ് ഹാൻഡ്സ് അപ്പ്. മൂവ്. മൂവ്. മൂവടാ. Don't move. Don't move. വെക്കടാ വെടി. വെടിവെക്കാൻ. വെക്കടാ വെടി. പൊട്ടിയില്ല. ഓടിക്കോ. കേറാൻ. Go. ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസി. Yes. Yes. We would like to meet Mr. Shivadasa Menon. Yes, I am Shivadasa Menon. സാറാണോ ശിവദാസ മേനോൻ? അതെ. കമ്മീഷണർ കൃഷ്ണൻ നായർ. അതെ അതെ അതെ. സാറാ കോഡെന്ന് പറഞ്ഞേ, മറുകോട് ഞങ്ങൾ പറയാം. കോടോ? ആ കൃഷ്ണൻ നായർക്ക് വട്ടാണ്. നിങ്ങളെ അന്വേഷിച്ച് ഇനി എയർപോർട്ടിൽ നടക്കാൻ ഇടം ബാക്കിയില്ല. ഞങ്ങൾ മറുകോടും പറഞ്ഞോണ്ട് ആ എയർപോർട്ടിൽ തലങ്ങനെ വിലങ്ങനെ നടക്കായിരുന്നു സാർ. ഈ മറുകോട് കാരണം ഏതോ മയക്കുമരുന്നുകാർ പിടിച്ചോണ്ട് പോയി നല്ലോണം പ്രഹരിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തടി രക്ഷപ്പെട്ടു കിട്ടിയത്. അതെ. കഷ്ടമായി. അതെ, കഷ്ടമായിപ്പോ സാർ. എന്ത് കഷ്ടം? സാധനം കയ്യിലുണ്ടെന്ന് നിലവിളിച്ച് നടന്നിട്ടല്ലേ? അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ആരുടെ ഭാഗത്താ തെറ്റ്? ആരുടെ ഭാഗത്താ തെറ്റ്? ഹലോ, പ്ലീസ് കുറച്ചേരം വെയിറ്റ് ചെയ്യൂ, ഞാൻ പോരാ. എങ്ങനെ, വീട് ഇഷ്ടായോ? ഏതാണ് വീട്? ഇത് തന്നെ. ഓ, പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളോ? അതെ, വേണ്ടത്ര സുരക്ഷിതത്വമില്ല. എന്ന് വെച്ചാൽ കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സ്ഥിരമായ ആക്രമണോ? ഞങ്ങളുടെ ജോലി എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കാം. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായില്ലേ? ഇനിയും അത് തുടരും. അതുകൊണ്ടാ പറയുന്നത്, ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. മാത്രമല്ല, അകത്തിരുന്നാൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു ടിവിയും അതിൻ്റെതായിട്ടുള്ള ക്യാമറയും. ഈ വീടിന് മതിൽ കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഈ നാട്ടിലെ സിഐഡികളൊക്കെ എങ്ങനെ കഴിയുന്നു? മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാ മതി. മിസ്റ്റർ രാംദാസ്, വളരെ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത വീടാണിത്. മതില് കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട. സിഐഡി മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ.
ഒരു കാര്യം ചെയ്യൂ, നല്ല 5-6 പോലീസ് നായ്ക്കളെ ഈ വാതിലെടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിടൂ. സത്യമായിട്ടും ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിടട്ടെ. അമേരിക്കയെ പറ്റി എന്താ നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കെ ഒന്ന് കുറച്ചാൽ അയൽവക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസിനുള്ള നഷ്ടപരിഹാരം വേറെ. അപ്പൊ ഞങ്ങളുടെ സുരക്ഷിതത്തിന് ഇവിടെ എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്? പറയൂ. അത് നിങ്ങളെ അയച്ചോട് ചോദിക്കണം. സാറ് പറഞ്ഞതാ കറക്റ്റ്. വിജയ, ചിരിക്കും ബഹളത്തിനും സമയം തരാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ? താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് സാർ കൈമലർത്തി കാണിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ ആരോട് ഏറ്റിട്ടില്ല. അത് കറക്റ്റ്. ഓക്കെ ഓക്കെ. വളരെ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്കറിയാം. എന്നാ എനിക്കറിയാം. മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ അങ്ങനെ. ഈ കുറ്റവാളികൾ ഹെലികോപ്റ്ററിൽ തന്നെ രക്ഷപ്പെട്ടോണമെന്നില്ലല്ലോ. അവരൊരു ബോട്ടിലാണ് പോകുന്നെങ്കിലോ? ഞാൻ ഈ ബോട്ട് കൊണ്ടുവന്ന് ഈ മുറ്റത്ത് കെട്ടിയിടണോ? ഹെലികോപ്റ്റർ നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ, അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി എന്റെ കാല് നക്കിക്കൊണ്ടിരുന്ന ഒരു വാലാട്ടിപ്പട്ടിക്ക് യോജിച്ചതല്ല. ഓക്കെ. എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്താ ആഫ്രിക്കൻ അടിമയോ? അല്ല, അടിമേക്കാൾ വളഞ്ഞൊരു നട്ടലുമായി നീ എന്റെ മുമ്പിൽ നിന്നത് ഓർമ്മയുണ്ടല്ലോ? അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം. ദാസ, ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു CID ആണ്. ഒരു CID മറ്റൊരു CID യെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ CID-കളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തതുണ്ട്. ആ CID കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്. ഞാൻ അംഗമല്ല. നീ അംഗമാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല. CID-കളുടെ ചില ആഭ്യന്തര കാര്യങ്ങൾ, ബുദ്ധിപരമായ ചില തർക്കങ്ങൾ. ഓക്കെ മിസ്റ്റർ മേനോൻ, വീട്ടിനകത്തെ സുരക്ഷാ ഏർപ്പാടുകൾ പരിശോധിക്കാൻ സമയമായി. മിസ്റ്റർ വിജയൻ, നമ്മുടെ ചർച്ച കുറച്ച് കഴിഞ്ഞാവാം. നമുക്ക് അകത്തേക്ക് നീങ്ങാം. ഇന്ത്യക്കാരുടെ വീടാണ്. ഇന്ത്യക്കാരുടെ? ഞങ്ങളുടെ ചെലവിലേക്ക് നീക്കി വെച്ച 5 ലക്ഷം എപ്പോ തരും സാർ? ഈ ട്രാൻസാക്ഷന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അറിയിച്ചാ മതി. അക്കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതി. ഇന്റീരിയർ സെക്യൂരിറ്റി പറ്റി ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കും പരിശോധിക്കണം. ഇതാര് വലിച്ച സിഗരറ്റാണ്? മുമ്പ് ആരോ വലിച്ച സിഗരറ്റാണ്. സാറായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന്. വെള്ളം കേട്ടോ, ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിയല്ലേ. ഐ എം സോറി, റിയലി സോറി.